ദൂരെ ഒരു ഗ്രാമത്തിൽ സിദ്ധാർത്ഥ എന്ന പേരിൽ ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സിദ്ധാർത്ഥ എന്നും ശ്രമിച്ചിരുന്നു. അദ്ദേഹം വളരും തോറും സന്തോഷത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങൾ തീവ്രമായി കൂടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹം കാട്ടിലൂടെ നടക്കുമ്പോൾ ധ്യാനത്തിൽ മുഴുകിയ ഒരു വൃദ്ധ സന്യാസിയെ കാണാനിടയായി. സന്യാസി ശാന്തനായും സംതൃപ്തനായും ഒരു സമാധാന പ്രഭാവലയം പുറപ്പെടുവിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അത് അദ്ദേഹത്തെ ആകർഷിച്ചു. സിദ്ധാർത്ഥ് കൗതുകത്തോടെ സന്യാസിയോട് ചോദിച്ചു, എന്തിനാണ് ഇവിടെ നിശബ്ദനായിരിക്കുന്നത്? നിങ്ങളുടെ ശാന്തതയുടെയും സന്തോഷത്തിന്റെയും രഹസ്യം എന്താണ്? സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരന് മറുപടി കൊടുത്തു, നിശബ്ദതയുടെ ശക്തി എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശദീകരിച്ചു. നിശബ്ദതയിൽ നമുക്ക് വ്യക്തത മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മാത്രമല്ല സ്വന്തം ഹൃദയത്തിന്റെ പിറുപിറുക്കലുകൾ കേൾക്കാനും അനുവദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, നിശബ്ദത എങ്ങനെ ശക്തനാക്കും? ജ്ഞാനിയായ സന്യാസി തന്റെ കഥ പങ്കിടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം വിവരിച്ചു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എന്റെ പാത കണ്ടെത്തിയത്. മിക്ക ആളുകളെ പോലെ തിരക്കും ബഹളവും നിറഞ്ഞ ജീവിതമാണ് ഞാനും നയിച്ചത്. പിന്നീട് ഒരു ദിവസം ഞാനൊരു മഹാനായ ഗുരുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് എല്ലാ ദിവസവും നിശബ്ദമായി ധ്യാനിക്കാനും എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിരീക്ഷിക്കാനും പ്രോത്സാഹിപ്പിച്ചു. നിശബ്ദതയുടെ ശക്തി ബാഹ്യശബ്ദത്തെ നിശബ്ദമാക്കുന്നു. മാത്രമല്ല നമ്മുടെ ഉള്ളിലെ മുഴക്കം ഒഴിവാക്കാനുള്ള കഴിവും അടങ്ങിയിരിക്കുന്നു. ശരിയായ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ അവബോധത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനാകും. മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. മറ്റുള്ളവരുടെ പോരാട്ടങ്ങളിൽ സഹതപിക്കാനും വിവേകത്തോടെയും അനുകമ്പയോടെയും പ്രതികരിക്കാനും സഹായിക്കുന്നു. ക്ഷമയുടെയും സംയമനത്തിന്റെയും മൂല്യം അത് അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ കോപമോ അപമാനമോ നേരിടുമ്പോൾ നിശബ്ദത പാലിക്കുന്നതിലൂടെ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഊർജ്ജം സംരക്ഷിക്കുന്നു. നിശബ്ദതയിലൂടെ നമ്മുടെ ആന്തരിക സമാധാനം സംരക്ഷിക്കും. സന്യാസി തന്റെ കഥ പൂർത്തിയാക്കുമ്പോൾ ആവേശത്തോടെ പ്രതികരിക്കേണ്ടതിന് പകരം ചിന്താപൂർവ്വം ശാന്തതയുടെ പുതുമ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം സന്യാസിക്ക് നന്ദി പറയുകയും ജീവിതത്തെക്കുറിച്ചുള്ള സത്യം അന്വേഷിക്കാനും അദ്ദേഹം ആഗ്രഹിച്ച സമാധാനം കണ്ടെത്താനും നിശബ്ദതയുടെ പാത പിന്തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. സിദ്ധാർത്ഥ് നിശബ്ദതയുടെ കല സ്വീകരിക്കുകയും അതേ മറിച്ചുവട്ടിൽ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സന്യാസിയായിരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ജ്ഞാനവും ശാന്തതയും വളർന്നു. തീവ്ര ശ്രദ്ധേയനായ യുവമുനിയെ കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ പ്രചരിച്ചു. താമസിയാതെ അദ്ദേഹം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ബുദ്ധന്റെ ജീവിതയാത്ര കേൾക്കാം. നേപ്പാളിലെ ലുംബിനിയിലാണ് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ശുദ്ധോദര രാജാവ് ശാക്യ വംശത്തിന്റെ ഭരണാധികാരിയായിരുന്നു. അമ്മ രാജ്ഞി മായ. അദ്ദേഹം വളർന്നത് വലിയ ആഡംബരത്തിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് വേണ്ടി വലിയ കൊട്ടാരങ്ങൾ പണിതു. എന്നാൽ അദ്ദേഹം അസുഖമോ മരണമോ വാർദ്ധക്യമോ കണ്ടിരുന്നില്ല. അദ്ദേഹം യശോധര എന്ന സുന്ദരിയായ രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഇരുവർക്കും രാഹുലൻ എന്ന പുത്രനും ഉണ്ടായി. അദ്ദേഹത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു ശൂന്യത അനുഭവപ്പെട്ടു. പുറം ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും യാതൊരു ധാരണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരും തോറും കഷ്ടപ്പാടുകളെ കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങൾ തീവ്രമായി കൂടിക്കൊണ്ടിരുന്നു. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സിദ്ധാർത്ഥ് എന്നും ശ്രമിച്ചിരുന്നു. തന്റെ 29ാമത്തെ വയസ്സിൽ കൊട്ടാരത്തിനപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് അറിയാൻ അദ്ദേഹത്തിന് ജിജ്ഞാസ തോന്നി. അദ്ദേഹം തന്റെ സാരഥിയെയും കൂട്ടി കൊട്ടാരത്തിന് പുറത്തേക്ക് പോയി. ജീവിതം മാറ്റിമറിക്കുന്ന 4 കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രായമേറിയ പ്രയാസകരമായ ഒരു മനുഷ്യനെ അദ്ദേഹം കണ്ടു. എല്ലാവർക്കും പ്രായമാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ടാമതായി വേദനിക്കുന്ന ഒരു രോഗിയെ കണ്ടു. ജീവിതത്തിൽ ആർക്കും രോഗം വരാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മൂന്നാമതായി ഒരു ശവസംസ്കാര ഘോഷയാത്ര കണ്ടു. എല്ലാ ജീവജാലങ്ങൾക്കും മരണം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാലാമതായി ജീവിതം ദുഃഖവും സന്തോഷവും നിറഞ്ഞതാണെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ശാന്തതയുടെയും സമാധാനത്തിന്റെയും പാത പിന്തുടരാൻ തീരുമാനിച്ചു. തന്റെ 29ാമത്തെ വയസ്സിൽ ഭാര്യയും കൊട്ടാരത്തെയും രാജകീയ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഏകിയായി യാത്ര തുടർന്നു. ഇതിനെ മഹാപരിത്യാഗം എന്നറിയപ്പെടുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം ജ്ഞാനത്തിൽ മുഴുകിയ വൃദ്ധസന്യാസിയെ കാണാനിടയായത്. അങ്ങനെ അദ്ദേഹത്തിന് ബോധിവൃക്ഷ ചുവട്ടിൽ ജ്ഞാനോദയം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ശ്രീബുദ്ധന്റെ പാതയെ പിന്തുടർന്ന് പരമമായ സത്യത്തിൽ ലയിച്ച് നിർവ്വാണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മതവിഭാഗമാണ് ബുദ്ധമതം. സ്റ്റോറി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.